ജിഷ്ണു കെ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ സാർ. എല്ലാവരും വന്നെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഓക്കെ. ജിഷ്ണു സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ സാർ, 1 second. സാർ കേൾക്കാവോ? ഹലോ. കേൾക്കാം. Sir, my first question is mechanical braking. It's also called a manual strut braking. Braking force is given by means of pedal. A force transmit ചെയ്യുന്നത് വയറിലോട്ടോ അല്ലെ റോപ്പിലോട്ടോ ആയിരിക്കും. അതായത് മെക്കാനിക്കൽ ലിങ്കേജ് വയറോ റോപ്പോ അങ്ങനത്തെ മെക്കാനിക്കൽ സിസ്റ്റം ആയിരിക്കും. Cam is attached along with the brake shoes, so it can be actuated by mechanical linkage. By revolution, it brings contact between shoes and the drum, thereby increasing frictional force between the two bodies for reducing the speed or bring vehicle to rest. ഈ മെക്കാനിക്കൽ സ്ട്രെച്ചിലൂട്ടോ അതായത് റോപ്പിലൂട്ടോ വയറിലൂട്ടോ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഡ്രമ്മിലേക്ക് ഇത് ആക്ട് ചെയ്തിട്ട് ഇത് ബ്രേക്കിംഗ് നടക്കുക. സോ അതിന്റെ ഫിഗറാണ് ഈ സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പെഡൽ ഔട്ടാണെങ്കിൽ ഇതിലെ മെക്കാനിക്കൽ ലിങ്കേജ് വഴി നേരെ ബ്രേക്ക് ഡ്രമ്മിലേക്ക് തന്നെ നമ്മൾ ഫോഴ്സ് പോയിട്ട് നമ്മളെ വീല് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ ഈ മെക്കാനിക്കൽ ബ്രേക്ക് സെക്കൻഡറി ബ്രേക്ക് ആയിട്ട് വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഹാൻഡ് ബ്രേക്കിന്റെ കേസിലെല്ലാം വരുന്നത് മെക്കാനിക്കൽ സ്ട്രെച്ച് ബ്രേക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ വണ്ടിയിൽ മാനുവൽ സ്ട്രെച്ച് ബ്രേക്കിംഗ് ആണ് സെക്കൻഡറി ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. The main disadvantages of mechanical linkage is the braking effect to all wheels are not equal. Equal ആയിട്ടായിരിക്കില്ല ഈ ബ്രേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. മെയിൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. Compensation is employed to reduce uneven braking effect. Sir, the second question is braking efficiency. സാറിന്റെ സ്ലൈഡിൽ ഇല്ല, അതില്ല സാർ. ഞാൻ നേരിട്ട് പറയുന്നത് സാർ. മതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ. ഓക്കെ സാർ. Braking efficiency is defined as the braking force produced as the percentage of the total weight of the vehicle. അതായത് മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വെഹിക്കിൾ, ടോട്ടൽ വെയിറ്റ് ഓഫ് വെഹിക്കിൾ ഇൻറ്റു 100. Braking force is equal to the weight of the vehicle being braked, then the braking efficiency become 100%. But practically it is impossible due to insufficient road addition. The coefficient of friction is defined as the ratio of frictional force to normal load between the rubbing surface and similar to the brake efficiency. Mathematically, coefficient of friction, frictional force. Frictional force divided by normal load. Okay, sir. Braking efficiency 2 questions.
Sir? Okay. വൈഷ്ണവ് സി കെ, എടാ അവൻ പ്രസന്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ അല്ലാതെ ആരൊരു മെസ്സേജ് അയക്കുവോ? പോട്ടെ. അടുത്താരാ? ജിഷ്ണു മോഹൻ. ജിഷ്ണു മോഹൻ ഇല്ലേ അത്? ജിഷ്ണു മോഹൻ ആബ്സെന്റ്. നിഖിൽ ഗോപാൽ. സാർ. നിഖിൽ ഗോപാൽ സ്റ്റാർട്ട് ചെയ്തോ. സാർ കേൾക്കുന്നില്ലേ? കേൾക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വർക്കിംഗ് ഓഫ് ഡിസ്ക് ബ്രേക്ക് ആണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് അല്ല, ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷൻ വെച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്കിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് കാലിപ്പർ, പിസ്റ്റൺ, ഡിസ്ക് പാഡ് അല്ല ബ്രേക്ക് പാഡ്, പിന്നെ റൊട്ടേറ്റിംഗ് ഡിസ്ക്. പിന്നെ നമ്മൾ പിസ്റ്റൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ഫോം ചെയ്യും. ആ പ്രഷർ കാരണം ഈ പിസ്റ്റന ഒരു ഫോർവേഡ് മോഷൻ കൊടുക്കും. ആ ഫോർവേഡ് മോഷനിൽ ബ്രേക്ക് പാഡ് മെഷ് ചെയ്തിട്ട് റൊട്ടേറ്റിംഗ് ഡിസ്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതിൽ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാസ്റ്റർ സിലിണ്ടർ ആണ്. വർക്കിംഗ് ഓഫ് മാസ്റ്റർ സിലിണ്ടർ. സിലിണ്ടർ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, മാസ്റ്റർ സിലിണ്ടർ ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണെന്ന് പറയാം. നോൺ ഹൈഡ്രോളിക് പ്രഷറിനെ ഹൈഡ്രോളിക് പ്രഷറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണ് മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ സിലിണ്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ബ്രേക്ക് പെഡലിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ പ്രൈമറി പിസ്റ്റൺ എന്ന് പറയുന്നത് പിസ്റ്റൺ മുന്നോട്ടേക്കാവും. ഫോർവേഡ് മോഷനിൽ പോയിട്ട് ഇവിടെ ഒരു പ്രഷർ ഫോം ചെയ്യും. ആ പ്രഷർ കാരണം സെക്കൻഡറി പിസ്റ്റൺ മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ബ്രേക്ക് ലൈനിൽ ഒരു ഹൈ പ്രഷർ കിട്ടും. സെക്കൻഡറി റിസർവോയറും പ്രൈമറി റിസർവോയറും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് റിസർവോയർ ഉപയോഗിക്കുന്നത്. സാർ കഴിഞ്ഞു. ഹലോ. ഓക്കെ. വിഷ്ണു മോഹൻ വന്നായിരുന്നു. ഓക്കെ. റോഷിത് പി കെ. റോഷിത് പി കെ സ്റ്റാർട്ട് ചെയ്തോ. സാറേ കാണുന്നില്ലേ? കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവ് എക്സ്പ്രഷൻ ഫോർ ബ്രേക്ക് അപ്ലൈഡ് ഫോർ റിയർ വീൽസ് ആൻഡ് ഫ്രണ്ട് വീൽസ് ആണ്. ബ്രേക്കിംഗ് ഓഫ് വെഹിക്കിൾസിൻ്റെ ഒരു സ്ലോപ്പിലുള്ള എൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിലെ മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ RF ആൻഡ് RR ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയും ബിറ്റ്വീൻ ദി ഗ്രൗണ്ട് ആൻഡ് ഫ്രണ്ട് റിയർ വീൽസ് റെസ്പെക്റ്റീവ്ലി. ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് അഡീഷൻ ബിറ്റ്വീൻ ദി ടയേഴ്സ് ആൻഡ് റോഡ് സർഫസ്. W vehicles weight. B is equal to wheel base. H height of center of gravity from the road surface. L perpendicular distance from CG of rear axis. F is equal to retardation produced by the braking forces. അതാണ് മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് വരുന്നത്. പിന്നെ ബ്രേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ 3 ഇതാണ് വരുന്നത്. ടു ദ റിയർ വീൽസ് ഓൺലി, ടു ദി ഫ്രണ്ട് വീൽസ് ഓൺലി, ടു ഓൾ ദി 4 വീൽസ്. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ബ്രേക്ക് സപ്ലൈ ടു റിയർ വീൽസിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുന്നത് RF പ്ലസ്
RR is equal to W cos theta. അതിനുശേഷം അതിനകത്തേക്ക് എഫ് ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് ഫൈനൽ ആൻസർ ആയിട്ട് RF is equal to L plus eta H cos theta by B plus eta H W എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ ബ്രേക്സ് അപ്ലൈഡ് ഫോർ ഫ്രണ്ട് വീൽസിൽ സെയിം ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. RR plus RF is equal to W cos theta. അതിൽ RFന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ RFന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ എന്നുള്ള രീതിയിൽ RR is equal to B minus L eta H cos theta by B minus eta H into W എന്നുള്ള ആൻസർ കിട്ടും. അതാണ് ഡെറിവേഷൻ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രേക്ക് പാഡ് മെറ്റീരിയൽസ്. ബ്രേക്ക് പാഡ് മെറ്റീരിയൽസിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വരുന്നത് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ്. രണ്ടാമത്തത് വിത്ത് സ്റ്റാൻഡ് വിത്ത് ആക്ഷൻ ഓഫ് വാട്ടറിന്റെ ആക്ഷൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. പിന്നെ സെയിം ഫ്രിക്ഷൻ ലെവൽ അറ്റ് എനി പോയിന്റ് ഓഫ് ദി ഡ്രൈയിങ് ആൻഡ് കൂളിംഗ് പ്രോസസ്സ്. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഷുഡ് ബി ലോ. പിന്നെ വിയർ റെസിസ്റ്റൻസ്. അവോയ്ഡ് ഡാമേജിങ് വൺ സർഫസ് കോണ്ടാക്ട്. അപ്ലൈ ഫ്രിക്ഷൻ ഫോഴ്സ് ക്വിക്ലി. ലാസ്റ്റ് ലോ compressible മെറ്റീരിയൽ ആൻഡ് പ്രോസസ് സോ ദാറ്റ് നോട്ട് എഫക്ട് ദ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റിനെ എഫക്ട് ചെയ്യാൻ പാടില്ല അതിന്റെ കംപ്രസിബിലിറ്റി. സാർ എത്രയാവും? ഓക്കെ, വിഷ്ണു AP. വിഷ്ണു AP സ്റ്റാർട്ട് ചെയ്തോ. കാണുന്നില്ലേ? ഓക്കെ, കാണാം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബാക്ക് ആൻഡ് ബ്രേക്ക് ആണ്. ഇതാണ് ബാക്ക് ആൻഡ് ബ്രേക്കിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് മാസ്റ്റർ സിലിണ്ടർ, പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു സെർവോ സിലിണ്ടർ വരുന്നുണ്ട്, പിന്നെ വാക്വം റിസർവർ, പിന്നെ ഒരു നോൺ റിട്ടേൺ വാൾവ്. ഇതിലെന്ന് പറയുന്നത് രണ്ട് വാൾവ് ഉണ്ട്, ലോവർ വാൾവും അപ്പർ വാൾവും. ഇതിൽ അപ്പർ വാൾവിന്റെ മുകളിലേക്ക് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ വരിക. അതിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ വാക്വമാണ് വരിക. അപ്പോൾ നമ്മൾ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിലെ പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതിലെ ഫ്ലൂയിഡ് പ്ലഞ്ചറിനെ മേലോട്ടാക്കുമ്പോൾ മേളിലേക്ക് പോകുമ്പോൾ ലോവർ വാൾവ് ക്ലോസ് ചെയ്യും, അപ്പർ വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ അപ്പർ വാൾവിന് താഴെ വരികയും ചെയ്യും. അപ്പോൾ അവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സെർവോ വാൾവിലുള്ള പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഷൂവിലേക്ക് ഫോഴ്സ് പോകും. ബ്രേക്ക് ഷൂ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ക്യാം ഉണ്ടാവും. ക്യാം ലൈനറിനെ ഇതാക്കുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം പറഞ്ഞത് നീഡ് ഓഫ് എൻ ABS ആണ്. ഇപ്പോൾ ABS ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മറ്റ് ബ്രേക്ക് അപേക്ഷിച്ചിട്ട് സ്ലിപ്പിംഗ് കുറവായിരിക്കും, പിന്നെ കംഫർട്ട് കൂടുതലായിരിക്കും, സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടില്ല, പിന്നെ വീല് ലോക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ABSന്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. തേജസ് മോഹൻ. തേജസ് മോഹൻ അവിടെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. മുങ്ങിയ ആകാശ് പ്രകാശൻ.
പ്രാവശ്യം കുറച്ച് മുമ്പ് ലെഫ്റ്റ് കാണിച്ചായിരുന്നു. ആകാശ് പ്രകാശൻ, അഭിനവ് ജയൻ. സാറാ സ്റ്റാർട്ട് ചെയ്തോ. My first question is, what is the significance of aerodynamic lift in vehicles? The aerodynamic lift magnitude depends upon style, profile, distance of underfloor, and a vehicle speed. The positive lift is greater in these vehicles. It also tends to increase with the square of vehicle speed. There is a reduction in tire to ground grip. If the uplift between the front and rear of the car varies, then the slip angles produced by the front and rear tire will not be equal. Hence, the neutral steer characteristics cannot be obtained. Therefore, the uncontrolled lift will increase the vehicle's road folding. This causes steering inability. These are the significance that aerodynamic causes due to aerodynamic lift in vehicles. My next question is about the importance of underbody dams in aerodynamic lift control of vehicles. This is the figure showing about the effects of underbody, front and rear and air dams related to the lift and drag coefficient. And this is the figure showing about the aerodynamic lift control. Using this rear and underfloor air dam, the increase of the underfloor airflow pressure rises the aerodynamic upthrust, hence the positive lift is produced. And next comes this is the figure showing about the negative lift. Negative lift is happening when the front and the underfloor air dam, the underfloor air pressure is reduced, hence the aerodynamic down thrust is generated. That is negative lift. My next question is, what is drag coefficient? Drag coefficient means it is a measure of the effectiveness of a streamline that aerodynamic body shape in minimizing the air resistance to forward motion of a vehicle. If low drag coefficient makes the streamline shape of the vehicle's body to move easily with a reduced resistance. If poor streaming of the body causes, then high drag coefficient will occur. Therefore, there is a high air resistance when the vehicle is in motion. Next comes about the few sketches that describes about the teardrops. My question is, with the neat sketch explain
sphere, cube, 60-degree cone, and teardrop. And this is the figure showing about a drag coefficient of cube. Here the airflow is head-on, but a boundary layer around the side relates the flow separation. And the coefficient of drag of cube is 1.05. And next is about a 60-degree cone. Here the airflow towards the cone apex is towards the cone apex, and then it spread outwards parallel to the shape of the cone surface. And the drag coefficient of the cone is 0.5. Next is about sphere. In this, air flows towards the sphere, and then it is diverted. But there is a slight reduction in the vortex wake. And the coefficient of drag is 0.47. Last is about a teardrop. The streamline shape can maintain a boundary layer before flow separation occurs. Therefore, the streamline is maintained all over its body towards its tail end. And its drag coefficient is 0.05. Sir, Okay. Google. Sir, Okay, continue. കാണുന്നുണ്ടോ? ആ അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ പ്രൊഫൈൽ എഡ്ജ് റൗണ്ടിങ് അല്ലെങ്കിൽ ചാമ്പറിംഗ് എന്നാണ്. അത് പ്രൊഫൈൽ എഡ്ജ് റൗണ്ടിങ് അല്ലെങ്കിൽ ചാമ്പറിംഗ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് വണ്ടിയിലേക്ക് വരുന്നത് ഫുഡിൽ കാറിന്റെ ഫോർ ബോഡി ബോണറ്റ് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിനെ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കാറിന്റെ ബോഡിയിലുള്ള ഡ്രാഗ് റെഡ്യൂസ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മള് ഫുഡിന്റെ അകത്ത് എത്രത്തോളം ഫുഡിന്റെ റേഡിയസ് എത്രത്തോളം ഇൻക്രീസ് ആവുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ ഡ്രാഗ് കുറയും. അതായത് ഫോർ എ ലാർജർ റേഡിയസ് ദർ ഇസ് എ മിനിമം ഡ്രാഗ് കോഎഫിഷ്യന്റ് ഈസ് ഒബ്റ്റൈൻ. ഫിഗറിൽ ഗ്രാഫ് കാണുന്ന പോലെ തന്നെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീഡ് ഓഫ് റിയർ ആൻഡ് സ്പോയിലേഴ്സ് ആണ്. ഒരു ഫിഗർ കാണുന്ന പോലെ ഇപ്പൊ നമ്മൾ സ്പോയിലറിന്റെ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് കുറയും. നമ്മൾ ഇപ്പം പറയും. പിന്നെ എഫക്ട് ഓഫ് നെഗറ്റീവ് ലിഫ്റ്റ് ഓൺ വെഹിക്കിൾസ്. നെഗറ്റീവ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the aerofoil spoilers attached to the vehicle, it interrupts the streamline airflow, thereby slowing down the airflow and increasing the upper surface local air pressure, which effectively raises the downward force. അതായത് ഡൗൺവേർഡ് നമ്മളിപ്പം എയറോഫോയിൽ സ്പോയിലർ ഒരു വെഹിക്കിൾ കാറിന്റെ റിയർ എൻഡിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് സ്ട്രീം ലൈനിൽ നേരെ പോകുന്ന എയറിന്റെ ഫ്ലോനെ തടയുകയാണെങ്കിൽ അപ്പർ എയർ ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നേരെ ഡൗൺവേർഡ് ഫോഴ്സ് കൂടും. ഇത് കാരണം the traction generated by the rear driving wheels കൂടും. പിന്നെ with the negative lifting, the aerofoil profile is tilted downwards towards the front end with the negative and positive aerofoil section camber at the top and bottom respectively. ഈ ഫിഗർ കാണുന്ന പോലെ തന്നെ അത് ഫിഗറിൽ കാണുന്ന പോലെ തന്നെ അത് പറയാനായിട്ടൊന്നും ഇല്ല. പിന്നെ എഫക്ട് ഓഫ് എയറോഡൈനാമിക് ഡ്രാഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താ എയറോഡൈനാമിക് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്ട് ദാറ്റ് റെസിസ്റ്റസ് മോഷൻ ടു എ ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഡ്രാഗ്. ഒരു ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ്
ഒരു ചലിക്കുന്ന വസ്തുവിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ മോഷൻ റെസിസ്റ്റ് ചെയ്യും. ഇപ്പം ആ ഫ്ലൂയിഡ് ഇപ്പം ഗ്യാസ് ആണെങ്കിൽ അതിനാണ് പറയുക എയറോഡൈനാമിക് ഡ്രാഗ് അല്ലെങ്കിൽ പ്രഷർ ഡ്രാഗ്. ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 55% മുതൽ 60% വരെ വെഹിക്കിളിന് അത് ആ എയറോഡൈനാമിക് ഡ്രാഗ് അല്ലെങ്കിൽ പ്രഷർ ഡ്രാഗ് ഉണ്ടാവും. പിന്നെ this pressure drag mainly depends upon the longitudinal section of the vehicle body. It plays an important role as its contribution is maximum. The structure of body profile is important for a low drag. Sir, sir. Okay. Sachin Tushar. സാർ ഒരു മിനിറ്റ്. ജിജോരാജ് ഇത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പ്രിപ്പയർ ആയിട്ട് നിൽക്കണേ. Sir, and first question. Discuss on the need and function of the rear end spoiler in a vehicle. First question. With the rear end spoiler, in the figure, lip or small aerofoil spoiler is attached to the car board's rear end. It interrupts the smooth streamline airflow, thereby slowing down the airflow and increasing the upper surface local air pressure, which effectively raises the downward force known as negative lift. ഇതിനെ ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ലിഫ്റ്റിനെ എഫക്റ്റീവ്ലി റേസ് ചെയ്യും. ഇതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ ഈ കാണുന്ന ഫ്രണ്ട് ലിഫ്റ്റ് ആൻഡ് ഡ്രാഗ്, റിയർ ലിഫ്റ്റ് കാണുന്ന ഈ ഗ്രാഫ് ഉണ്ട്. ഹൈ സ്പീഡ് ലോ പ്രഷർ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഡെഫിനേഷൻ കാണാനില്ല, ഈ ഫിഗറിനെ കാണണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഹാച്ച് ബാക്ക് ഡ്രാഗ്. ഹാച്ച് ബാക്ക് ഡ്രാഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ കാണാൻ പറ്റിയത്, വേറെ ഡെഫിനേഷൻ കിട്ടിയില്ല. What are the methods to control the aerodynamic lift? Aerodynamic lift control. Underbody dams using the rear end for air dam. The increase of underfloor air pressure raises aerodynamic upthrust, hence a positive lift is produced. Using the front end underfloor air dam, the underfloor airflow pressure is reduced, hence the negative lift is generated. May figure exposed wheel airflow pattern. When a wheel rotates on the ground, air due to its viscosity attaches itself to the thread. This in turn induces some of the surrounding air to be dragged around it. In the lower region of the wheel, the flow of air will be stagnant, but majority of airstream will flow against the wheel rotation. Air pressure distribution with wheel rolling on the ground. Exposed wheel flow pattern and pressure distribution. Partially enclosed wheel airflow pattern. The air entrapped in the wheel arch cavity circulates towards the upper front wheel due to slight pressure buildup. Then it's expelled through the front end wheel to a mudguard gap. The effect of underside ground clearance on both lift and drag coefficient is shown in the following figure. Increasing the HB ratio, the wheel drag and lift coefficients are reduced gradually. How underbody height affect the aerodynamic lift and drag. അതാണ് അടുത്തത്. അണ്ടർബോഡി ഹൈറ്റ് ഉള്ളത് underbody height, okay. Underbody floor height versus aerodynamic lift and drag. The car body is subjected to a slight negative lift force with a large underfloor to ground clearance. That is, for large ground clearance, negative lift down thrust is produced. As the underfloor surface moves nearer to the ground, the underfloor air space acts like a venturi.
It causes air to move faster under the body. Thus, for small ground clearance, positive lift up thrust is generated. Small increase in air speed, figure out large ground clearance. Small ground clearance and figure out. So, sir, Okay. ജിജോരാജ്. sir, present here. Sir. Hello. Okay. കേക്കാം. Sir, the question caster. Caster is a position of tire in relation to the steering knuckle kingpin. When there is zero caster, one can draw a line through the center of kingpin and it will hit the ground at the center bottom of the tire. There are two types of caster, positive caster and negative caster. When there is a positive caster, a line through the center of kingpin hits the ground in front of the center bottom of the tire. A line through the center of kingpin hits the ground at a point ahead of center line of the wheel. Positive caster on car wheel provides directional stability. The kingpin lets the wheel with the result in less efforts to turn the steering wheel, and it also helps the centrifugal force in rolling out in curves or turns. And negative caster. Negative caster, when there is a negative caster, a line drawn through the kingpin will hit the ground in back to the center bottom of the tire. A line, as you can see from this figure, what is the caster figure? A line through the center of the kingpin hits the ground at the point behind the center line of the wheel. Negative caster is unstable for car wheels, as the wheel leads to kingpin steering becomes difficult. Karna അടുത്ത question Ackermann steering linkages ആണ്. Ackermann steering linkage എന്ന് പറഞ്ഞ ഒരു 4-bar മെക്കാനിസം ഉള്ള ഒരു സംഭവമാണ്. 2 ലിങ്ക് ലോങ്ങറും 2 ലിങ്ക് ഷോർട്ടർ ആയിരിക്കും അതിന്റെ. If the vehicle has to travel in a straight line, the longer link should be parallel to each other, and the shorter links are having a angle alpha inclined with the longitudinal axis. So the turning of the vehicle is done by varying the angle of alpha, as you can see from this figure. If alpha increases, then the vehicle turns right. If decrease, it turns to left. So the figure. Hello, sir. Sir. Okay. നിങ്ങളുടെ അറ്റൻഡൻസ് പറഞ്ഞേ. ഇവൻ വസീമൊക്കെ പോയല്ലേ? കുഴപ്പമില്ല. അഭിരാം ഉണ്ടായിരുന്നു അഭിരാം ടീച്ചർ, അലിൻ ജോഷി, ആദർശ് കെ ഉണ്ട്, അക്ഷയ് ഉണ്ട്. ആൽബിൻ തോമസ് ഇല്ല.
अमल के पी, अमल के संतोष ഉണ്ട്.